അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ഉണ്ണിയുടെ വിമാനയാത്ര എന്ന കവിത ഞാൻ ചൊല്ലിയിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. അപ്പം അത് എഴുതിയിരിക്കുന്നത് ആരാണ്? എൻ ബാലാമണി അമ്മയാണ് കേട്ടോ. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയാണ് ആര്? ബാലാമണി അമ്മ. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ചിറ്റൂർ കോവിലകത്ത് കുഞ്ഞുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടി അമ്മയുടെയും മകളായി 1909 ജൂലൈ 19 തൃശ്ശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ ബാലാമണിയമ്മ ജനിച്ചത്. 16-ാം വയസ്സ് മുതൽ തന്നെ കവിത എഴുതി തുടങ്ങി. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും മാനേജർ എഡിറ്ററുമായിരുന്ന BM നായരായിരുന്നു ഭർത്താവ്. പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന കമല സുരയ്യ എന്ന മാധവിക്കുട്ടി മകളാണ്. 2004 സെപ്റ്റംബർ 29 അന്തരിച്ചു. അപ്പോൾ ഇവരുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂപ്പുകൈ, അമ്മ, കുടുംബിനി, സ്ത്രീഹൃദയം, മുത്തശ്ശി, നിവേദ്യം തുടങ്ങി ഒരുപാട് കൃതികൾ അവരുടേതായിട്ടുണ്ട് കേട്ടോ. ഇനി മുഖ്യ ബഹുമതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ലളിതാംബിക അന്തർജന പുരസ്കാരം, പത്മഭൂഷൺ ബഹുമതി, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ആശാൻ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഉണ്ണിയുടെ വിമാനയാത്ര എന്നാണ് കവിതയുടെ പേരല്ലോ അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്, ഏതൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ? ബസ്, കാറ്, പിന്നെന്താ ട്രെയിന്, അങ്ങനെ പല വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലേ. നമുക്കൊരു യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ്. അതിൽ നിന്നും നമുക്ക് കൂടുതൽ അറിവുകൾ നേടാനും ഒക്കെ കഴിയൂലേ. ഇവിടെ ഉണ്ണിയുടെ വിമാനയാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഉണ്ണി വിമാനത്തിലേറി യാത്ര പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാരൊളിയാളുമീ പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ. അപ്പോൾ ഉണ്ണി വിമാനത്തിൽ കയറിയതിനെ പറ്റിയാണ് പറയുന്നത്. വാരൊളിയാളുമീ പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ. ഉണ്ണിക്ക് ഒരു പാവപ്പരുന്ത് മാതിരിയാണ് വിമാനത്തെ തോന്നുന്നത് കേട്ടോ. കൂറ്റൻ മരങ്ങൾക്കു മീതെയ്താർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ. ഇനി എന്താ? കൂറ്റൻ മരങ്ങൾക്കു മീതെയ്താർക്കുന്ന, അപ്പം ആകാശത്തിലൂടെയാണ് ഉണ്ണി വിമാനത്തിൽ യാത്ര ചെയ്ത്. അപ്പം നല്ല കാറ്റുണ്ട്. അപ്പം കാറ്റിൽ വിമാനം പറക്കുകയാണല്ലോ എന്നാണ് ഉണ്ണി പറയുന്നത്. പിന്നെയും വീട്ടിലേക്ക് എത്തും വരേക്കമ്മ എന്നെ മടിയിലിരുത്തു. അപ്പം അമ്മേൻ്റെ മടിയിലാണ് ആരിയ്ക്കുന്നത്? ഉണ്ണിയിലെ. ഇനി നോക്കുക. ഇത്തിരി മുമ്പ് നാം നിന്നാ നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ. അപ്പം ആകാശത്തുനിന്ന് താഴേക്ക് ഉണ്ണി നോക്കുമ്പോഴുള്ള കാഴ്ച. ഇത്തിരി മുമ്പ് നാം നിന്ന നിരത്തൊക്കെ, നിരത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റോഡും വഴികളൊക്കെ അല്ലേ നിരത്ത്. ചിത്രമായി മങ്ങുന്നു നോക്കൂ. നിശബ്ദമായി അങ്ങു പായുന്നു കാറുകൾ, നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ. അപ്പോൾ ഉണ്ണിക്ക് വളരെ ഉയരത്തിലായതുകൊണ്ട് കാറുകൾ പായുന്നതിൻ്റെയും പിന്നെന്താണ്, ആൾക്കാരൊന്നും സംസാരിക്കുന്നതൊന്നും എങ്ങോട്ട് കേൾക്കില്ല, ആകാശത്തിലേക്ക് കേൾക്കില്ല അല്ലേ. അതുകൊണ്ട് എന്താ, ആകെ നിശബ്ദമായിട്ടാണ് കാറുകൾ പായുന്നത്, ആളുകൾ പോകുന്നതൊക്കെ മിണ്ടാതെയാണെന്നാണ് ഉണ്ണി പറയുന്നത്. മഞ്ഞിടം നീളെ കളിക്കോപ്പു ചിന്നിയ തിണ്ണയായി മാറുകയല്ലോ. അതൊക്കെ എന്താണ്? കേവലം ഒരു കളിക്കോപ്പ് ചിന്നിയ തിണ്ണകളായിട്ടാണ് ഉണ്ണിക്ക് തോന്നുന്നത്. നാലുപാടുന്നറു പച്ചപ്പിൻ തൂവെള്ളി നാടകൾ വീണിഴയുന്നോ. അപ്പം കാണുന്ന പച്ചപ്പൊക്കെ, താഴേക്ക് നോക്കുമ്പം കാണുന്ന പച്ചപ്പ് എന്തായിട്ടാണ് തോന്നുന്നത്? ഒരു നാടകൾ വീണിഴയുന്നോ. നാടകൾ പോലെ അത്രയും നേരത്തെ ഒരു രൂപത്തിലാണ് മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പം കാണുന്നത് കേട്ടോ. നീലാന്തരീക്ഷത്തിൽ കുന്നുകുന്നായി മുകിൽ മാല പതഞ്ഞു പൊങ്ങുന്നു. അപ്പം ആകാശത്തിൽ എന്താണ്, ഇങ്ങനെ മേഘങ്ങളെയൊക്കെ അടുത്ത് കാണാൻ സാധിക്കൂലേ. അപ്പം എന്താണ്? വെണ്മയും നീലയും, നീലവും വെണ്മയും വേറെ നിറങ്ങളിലെങ്ങും. അപ്പം ആകാശം നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും മേഘങ്ങൾ പല സമയത്തും പല വർണ്ണങ്ങൾ. ചിലപ്പോൾ മഴ പെയ്യാനൊക്കെ നിൽക്കുമ്പോൾ എന്തായിരിക്കും? വളരെ ഇരുണ്ടുകൂടിയ മേഘങ്ങളൊക്കെ. ഇവിടെ എങ്ങനെയാണ്? വെണ്മയും നീലവും, നീലവും വെണ്മയുമാണ്. നല്ല ഭംഗിയുള്ള ആകാശ കാഴ്ചകളാണ്. എങ്ങുപോയി ആയിരം ജീവികൾ തന്നൊച്ച, എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം. അപ്പോൾ ഉണ്ണിക്കിപ്പോൾ ഒന്നും അറിയുന്നില്ല. എന്തൊക്കെയാണ് ഈ യാത്രയിൽ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്ന ഉണ്ണിക്ക് എങ്ങുപോയി ആയിരം ജീവികൾ തന്നൊച്ച, ആയിരം ഭൂമിയിലുള്ള ജീവികളുടെ ഒച്ചയോ എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം, മണങ്ങളോ ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെന്താ? ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ലാതെ ഉണ്ണിക്കു തോന്നുന്നു പാടാം. ആഹ്ലാദത്തിലിരിക്കുന്ന ഉണ്ണിക്ക് ഒരു പാട്ട് പാടിയാലോ എന്നൊക്കെ തോന്നുകയാണ്.
പാറി ഉയരുമ്പോൾ ഏതു പറവയും പാടുവാൻ എന്തെന്നറിഞ്ഞാൻ. പാറി ഇങ്ങനെ പോകുന്ന ഉണ്ണിക്ക് എന്താ, ഏത് പറവയും എന്താണ് ഉയരത്തിലേക്ക് പറക്കുമ്പോൾ എന്താ ഒരു പാട്ടൊക്കെ പാടാൻ തോന്നിപ്പോവും. ഇവിടെ ഉണ്ണിക്ക് നല്ല സന്തോഷമാണ്. നമുക്ക് അങ്ങനെയല്ലേ, ഒരു യാത്രയൊക്കെ പോകുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ഉല്ലാസ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ എന്തുണ്ടാവും, നല്ല പാട്ടൊക്കെ പാടി ഇപ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ടൊക്കെയല്ലേ പോവുക. ഇവിടെ ഉണ്ണി എന്താണ് ആഹ്ലാദം കൊണ്ട് പാടാൻ തോന്നിപ്പോവുകയാണ് ഉണ്ണിക്ക്. വീട്ടുമുറ്റങ്ങളിൽ ഈ വിമാനത്തിൽ നട്ടു നിൽപ്പുണ്ടാമൻ കൂട്ടർ. ഇനിയിപ്പം എന്താ, ഉണ്ണിയുടെ കൂട്ടുകാരെ എവിടെ നിൽക്കുന്നുണ്ടാവും? അവരുടെ വീടുകളിൽ നിന്നിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് വിമാനം പോകുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാ, പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാ, ഇതിലേറാൻ നെഞ്ചിലൊട്ട് ആശയുമുണ്ട്. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. വീട്ടിലിരിക്കുമ്പോൾ ഒരു വിമാനം പോകുന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? വേഗം മുറ്റത്തേക്ക് ഇറങ്ങും, എന്നിട്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കൂലേ കൗതുകത്തോടെ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഉണ്ണിയുടെ കൂട്ടുകാർ, ഉണ്ണി ചെറിയ കുട്ടിയാകുമ്പോൾ പിഞ്ചു കൈ ചൂണ്ടുന്നുമുണ്ടാ, അവരെന്തുണ്ടാ വിമാനം പോകുന്നു പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് ചൂണ്ടുന്നുണ്ടാവൂലേ. പിന്നെ എന്താ ചെയ്യുന്നത്? ഇതിലേറാൻ, അതിൽ കയറാൻ ചെറിയ ആശയൊക്കെ ആർക്കുണ്ടാവും? അവർക്ക് ഉള്ളിലുണ്ടായിരിക്കാം അല്ലേ. അന്തിക്കു വാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ. ഇനി ആകാശത്തിലെ കാഴ്ചകൾ ഓരോന്ന് ഉണ്ണി കാണുന്നത് ഇങ്ങനെ പറയാണ്. അന്തിക്കു വാനിൻ്റെ വക്കത്തു നിൽക്കുന്നു, ആകാശത്തിൻ്റെ വക്കത്ത് സന്ധ്യാനേരത്ത് ആര് നിൽക്കുന്നുണ്ട്? ചെന്തിയുടുപ്പിട്ട സൂര്യൻ. സന്ധ്യയിൽ അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ കാണാൻ എന്താണ്? ചെന്തിയുടുപ്പിട്ട നല്ല ഭംഗിയുള്ള സൂര്യനായിരിക്കും കേട്ടോ. അപ്പോൾ പണ്ടെങ്ങും കാണാത്ത ചേലും വലിപ്പവും ഉണ്ടതീനെപ്പോഴും എൻ്റെ അമ്മേ. അപ്പം അമ്മയോട് പറയാണ് ഉണ്ണി, പണ്ടെങ്ങും താഴേന്ന് നോക്കുമ്പം കാണുന്ന സൂര്യൻ്റെ ആ ഒരു സൗന്ദര്യമല്ല, അതിലും നല്ല വലിപ്പത്തിലാണ് ആരെ കാണുന്നത്? ഇവിടെ സൂര്യനെ കാണുന്നത് എൻ്റെ അമ്മയെ അമ്മേനോട് പറയാണ്. എല്ലാം നിഴൽപ്രായം ആകാശക്കപ്പലിൻ തല്ലിനടിയിൽ നീന്തുമ്പോൾ. പിന്നെ എന്താണ്, വളരെ ദൂരത്തു നിന്നാണ് ഉണ്ണി താഴേക്ക് നോക്കുന്നത് അല്ലേ. അപ്പം എന്താണ് അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ എന്താണ്? എല്ലാം ഒരു നിഴൽ പോലെയാണ് തോന്നുന്നത് കേട്ടോ. ചുറ്റും കടന്നു വന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റി നോക്കിക്കൊണ്ടേ നിൽപ്പു. ഇനി എന്താണ് ഇവിടെ? ഒരുപാട് ഉണ്ണി നക്ഷത്രങ്ങളെ കാണാനുണ്ട് അല്ലേ. നോക്കുക താഴെ വെളിച്ചത്തിൻ മൊട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. ഇനി താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രാത്രിയായാൽ എന്തൊക്കെ കാണുന്നുണ്ട് ഉണ്ണി ആകാശത്തുനിന്ന്? അങ്ങനെ വെളിച്ചത്തിൻ്റെ മുട്ടുകളൊക്കെ വെക്കം വിരിഞ്ഞു വരുന്നു. എല്ലായിടത്തും എന്താ വെളിച്ചമൊക്കെ ഉണ്ണിക്ക് കാണാൻ കഴിയുന്നുണ്ട് താഴോട്ട് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് ഏതാ കവിത എന്നറിയോ? ബാലഹൃദയം എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ബാലാമണി അമ്മയുടെ ഏതാനും വരികളാണിത് കേട്ടോ.